നമ്മൾ ഇന്നലെ ഒരു കാർ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ വീഡിയോ ഇട്ടിരുന്നു. ഇതാണ് ആ കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഇന്നലത്തെ വീഡിയോയിൽ ഈ കാർ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഇതിന്റെ ഒരു ദോഷം ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. ആ ദോഷം ഇതാണ്: ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു കാരണവശാലും ഇതുപോലെ എ പില്ലറിൽ വെക്കാൻ പാടില്ല. വാഹനം വെയിലത്തിടുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിലേക്ക് വിൻഷീൽഡ് ഗ്ലാസ് വഴി വെയിലടിച്ച് ഇതിനുള്ളിൽ കംപ്രസർ ആയിട്ട് നിൽക്കുന്ന കെമിക്കല് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ വാഹനം വെയിലത്ത് നിന്ന് പാർക്ക് ചെയ്തെടുത്ത് എടുത്തോണ്ട് പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത. അപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും എ പില്ലറിൽ വെക്കാൻ പാടില്ല. ഇത് ഡിക്കിയിൽ തന്നെ ഇട്ട് സൂക്ഷിക്കുക. പിന്നെ ഇത് വീടുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ ഹോൾഡർ ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശേഷം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ ഒരു ഹോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫയർ ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. വീടുകളിൽ മെയിൻ ആയിട്ടും ഗ്യാസ് അടുപ്പ് ഉള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഫയർ ഉണ്ടാകുമ്പോഴേ ആരംഭത്തിൽ തന്നെ ഇതെടുത്തങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫയർ ആളി കത്തുന്നതിന് മുമ്പ് തന്നെ കെടുത്താൻ സാധിക്കും. കണ്ടമാനം വലിയ ഫയർ ഒക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് കെടുത്താൻ സാധിക്കില്ല. ഏതൊരു ഫയറും ചെറിയൊരു തീയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ആ ചെറിയ തീ കാണുമ്പോഴേ ഇത് ഉപയോഗിച്ച് അണയ്ക്കുകയാണെങ്കിൽ അത്രയും സേഫ് ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചെറിയൊരു ഫയർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ തീയെ കെടുത്താൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഈ ഒരു തീ നല്ലപോലെ ആളി കത്തുന്നുണ്ട്. ചെറിയൊരു ഫയർ ആണ്. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. കണ്ടില്ലേ, വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആ ഫയർ അണയ്ക്കാൻ സാധിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ തീ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അണയ്ക്കാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ തീ ഉണ്ടാക്കിയപ്പോൾ തീയൊക്കെ അണയുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുകൾ ഭാഗത്തെ തീ മാത്രമാണ് അണയുന്നത്. എന്നിട്ടും തീ കത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറുകൾക്കുള്ളിലെ പേപ്പറും അതിന്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചെറിയ ഫയറൊക്കെ ഉണ്ടാകുവാണെങ്കിൽ തീ കെടുത്താനായിട്ട് ഇത് മെയിനായിട്ടും ഉപയോഗിക്കാം. വലിയ തീ ഉണ്ടാകുവാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ തീയെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇത് ഉപയോഗിക്കാം. ഉള്ളിൽ തീ കത്തുന്നുണ്ട്. ആ തീയാണ് പുറത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് അണയ്ക്കണമെങ്കിൽ ഈ പേപ്പർ ഇളക്കി മാറ്റി അണയ്ക്കണം. എന്തൊക്കെയാണെങ്കിലും ഇതുകൊണ്ട് ഉപകാരമുണ്ടെന്ന് മനസ്സിലായല്ലോ.